കനത്ത ചൂടിൽ കോഴിക്കോട് വ്യാപക കൃഷിനാശം എന്നൊരു വാർത്ത കൂടിയുണ്ട്. പെരുവയിൽ മാവൂർ പഞ്ചായത്തുകളിൽ മാത്രം 10,000-കണക്കിന് നേന്ത്രവാഴകളാണ് ഉഷ്ണതരംഗത്തിൽ ഉണങ്ങി നശിച്ചുപോയത്. കൃഷിനാശത്തിന് നഷ്ടപരിഹാരം നൽകാൻ സർക്കാർ തയ്യാറാവണമെന്നതാണ് കർഷകരുടെ ആവശ്യം. വിവരങ്ങളുമായി സിനോജ് തോമസ് ചേരുന്നു. സിനോജ്, ഈ വല്ലാത്ത രീതിയിൽ ഉഷ്ണം കൃഷിയെ ബാധിച്ചു തുടങ്ങിയിരിക്കുന്നു. വ്യാപക നാശനഷ്ടമാണ് ഇപ്പോൾ റിപ്പോർട്ട് ചെയ്യപ്പെടുന്നത്. എന്താണ് കർഷകർ ആവശ്യപ്പെടുന്നത്? എന്ത് കിട്ടിയാലാണ് അവരുടെ ഈ ദുരിതം അവസാനിക്കുക? അരുൺകുമാർ, ഞാൻ നിൽക്കുന്നത് പെരുവൽ പഞ്ചായത്തിലെ വൈപ്പുറത്ത് രമേശൻ എന്ന കർഷകന്റെ ഭൂമിയിലാണ്. ഇത് നോക്കൂ, ആയിരക്കണക്കിന് നേന്ത്രവാഴകളാണ് ഒടിഞ്ഞു തൂങ്ങിക്കിടക്കുന്നത്. സാധാരണ മഴക്കാലത്ത് ശക്തമായ കാറ്റിലും മഴയിലുമാണ് നമ്മൾ ഈ ദൃശ്യങ്ങൾ കാണുന്നത്. പക്ഷേ ഇത്തവണ ഈ വേനൽക്കാലത്ത് വാഴകൾക്ക് പിടിച്ചു നിൽക്കാൻ കഴിഞ്ഞില്ല. ഈ വാഴയിലേക്ക് നോക്കിയാൽ തന്നെ കാണാം, ഏറ്റവും കൂടുതൽ വെള്ളം വേണ്ട കൃഷിയാണ് വാഴക്കൃഷി എന്ന് പറയുന്നത്. പക്ഷേ നനയ്ക്കാൻ വെള്ളമില്ലാതായി. നമുക്ക് അറിയാം, വാഴത്തടിയിലാണ് ഏറ്റവും കൂടുതൽ ജലാംശമുള്ളത്. ഈ ജലാംശം മുഴുവൻ വറ്റിയത് കൊണ്ടാണ് ഈ വാഴ പിടിച്ചു നിൽക്കാൻ പറ്റാതെ ഈ കനത്ത ചൂടിൽ ഒടിഞ്ഞു വീണിരിക്കുന്നത്. ഈ കൊലയിലേക്ക് നോക്കിക്കഴിഞ്ഞാൽ നോക്കൂ, കൊലച്ച് വന്ന പ്രായത്തിലാണ് വാഴ ഒടിഞ്ഞു പോയിരിക്കുന്നത്. കറി പോലും വെക്കാൻ പറ്റാത്ത പ്രായമാണ്. അതായത് കൊലച്ച് തുടങ്ങിയിട്ടേ ഉള്ളൂ. അങ്ങനെ 1400ഓളം വാഴയാണ് ഇവിടെ ഈ കർഷകൻ നട്ടത്. എല്ലാ വാഴയും പൂർണ്ണമായി ഒടിഞ്ഞു പോയിരിക്കുന്നു. ചില വാഴകളാണെങ്കിൽ ഒടിഞ്ഞ് ഇതുണ്ടോ കരിഞ്ഞ് കിടക്കുകയാണ്. എൻ്റെ കാ നോക്കൂ, പൂർണ്ണമായും കരിഞ്ഞു പോയിരിക്കുന്നു. പശുവിന് പോലും കൊടുക്കാൻ പറ്റാത്ത രീതിയിൽ ഈ വാഴക്കൊല പൂർണ്ണമായും കരിഞ്ഞു പോയ അവസ്ഥയാണുള്ളത്. ഇത് പാട്ടത്തിനെടുത്ത ഭൂമിയാണ്. ബാങ്കിൽ നിന്ന് വായ്പ എടുത്താണ് ഈ കർഷകൻ കൃഷി ചെയ്തിരിക്കുന്നത്. ഇത് മാത്രമല്ല, സമീപത്തെ മറ്റ് പഞ്ചായത്തുകളിലും ഇതേ രീതിയിൽ കൃഷി നശിച്ചെന്നാണ് ഈ കർഷകൻ പറയുന്നത്. ചേട്ടാ, ഈ കൃഷി വകുപ്പിൽ നിന്ന് ആരെങ്കിലും വന്നിരുന്നു ഇവിടെ? എല്ലാവരും വന്നില്ല. പറഞ്ഞിരുന്നു അവിടെ പോയിട്ട്? അവിടെ പോയി പറഞ്ഞിരുന്നേ. അതാ, ഒരു വരൾച്ചയായിട്ടൊന്നും പ്രഖ്യാപിച്ചിട്ടില്ല. അതുകൊണ്ടാണ് ഇത് വരാത്തെന്നാണ് അവർ പറയുന്നത്. അതാണ്. മറ്റു കൃഷികൾക്കോ ഈ വാഴ മാത്രമേ പ്രശ്നമുള്ളൂ? ഇല്ല, വാഴയ്ക്കല്ല, മറ്റേ കൃഷിക്ക് തന്നെ വെണ്ടയും പയറൊക്കെ വരൾച്ച കൊണ്ട് ഇങ്ങനെ നശിച്ചുകൊണ്ടിരിക്കുകയാണ്. പൂവെന്ന് പറഞ്ഞത് പയറിന് നിറച്ച് പൂവുണ്ട്, ഒന്നും വിരിയാത്തൊരു സാഹചര്യമാണ് കാണുന്നത്. നനയ്ക്കാൻ വെള്ളമുണ്ടോ ഇവിടെ? നനയ്ക്കാൻ വെള്ളം എന്ന് പറഞ്ഞാൽ കുറേശ്ശെ വെള്ളം കിണർന്ന് മുക്കി വയ്ക്കും. അത് ഓരോരുത്തർ മുക്കി കൊണ്ടുപോകണ വെള്ളമാണ്, കുടിവെള്ളമാണ്. കുടിവെള്ളമാണ്. അതിന്നിങ്ങനെ ഒഴിച്ചുകൊണ്ടിരിക്കുകയാണ് കുറേശ്ശെ. അതൊന്നും ഗതിയില്ലാത്തത് കൊണ്ട് കംപ്ലീറ്റ് പൊട്ടിക്കൊണ്ട് ഇങ്ങനെ വെക്കുക വാഴ. വയ്ക്കും പൊട്ടി തന്നെയാണ്. വേനൽ മഴ കിട്ടിയായിരുന്നോ? വേനൽ മഴ ഒറ്റപ്പടി കിട്ടിയില്ല. കഴിഞ്ഞ കൊല്ലം നല്ലോണം മഴ കിട്ടി, കുമ്പത്തിലൊക്കെ മഴ കിട്ടി. ഇക്കൊല്ലം മഴ പോലും കിട്ടാത്തത് കൊണ്ടാണ് ഇങ്ങനെ പെട്ടെന്ന് ഒടിയാൻ കാരണം. അതാണ്. ആദ്യമായിട്ടാണ് ഇങ്ങനെ വേനൽക്കാലത്ത് സംഭവിക്കുന്നത്? ഇല്ല, കഴിഞ്ഞ വർഷം ഇത് തന്നെ സ്ഥിതി. കഴിഞ്ഞ വർഷം എന്നാലും ഒരു പരമാവധി ഇതുണ്ടായിന്. ഈ വർഷം വേണ്ടി ഒരു മഴ പോലും കിട്ടാതെ വരൾച്ച പരണ്ട് കിടക്കാണ്. എല്ലാം ഒടിഞ്ഞു പോയി അല്ലേ? എല്ലാം ഒടിഞ്ഞു പോയി, കംപ്ലീറ്റ് പൊട്ടിപ്പോയി. വാഴക്ക എന്തെങ്കിലും ഉപയോഗിക്കാൻ പറ്റുമോ? അത് വാഴയ്ക്ക വളരെ ഒരു 100-100 ഒക്കെ ചിലപ്പോൾ പേര് കയറ്റി ആദ്യമുണ്ട്. ബാക്കിയൊക്കെ കംപ്ലീറ്റ് കറി വെക്കാനല്ലേ? കറി വെക്കാൻ പറ്റിയ ഒരു 100-100 ഉണ്ട്. ബാക്കിയൊക്കെ എന്നിട്ട് ഓരോരുത്തർ വെട്ടിക്കൊണ്ടുപോകല കടന്നു. ഞാൻ തിരിഞ്ഞോ കിട്ടിയോണ്ടിരിക്കണം പറയലാണ്. ലോൺ എത്ര എടുത്തിരിക്കുന്നത്? ലോണ് 2.5 ലക്ഷം ഉറുപ്പ ഉണ്ട്, അർബൻ ബാങ്കിലാണ്. എത്ര നഷ്ടം വന്നിട്ടുണ്ടോ എല്ലാം കൂടെ? നഷ്ടം എന്ന് പറഞ്ഞാൽ കിട്ടുകയാണെങ്കിൽ ഒരു 4-4.5 ലക്ഷം ഉറുപ്പ കിട്ടുന്നതായിരുന്നു പണിയെടുത്തത്. അതൊക്കെ കംപ്ലീറ്റ് പോയി, പണിക്കാരെ പൈസയും പോയി, ഒക്കെ പോയി. ഇനിയിപ്പോൾ എന്താ ചെയ്യുന്ന? കർഷകൻ തന്നെയാണല്ലോ, കൃഷി മാത്രമല്ല വരുമാന മാർഗം അല്ലേ? കൃഷി മാത്രം വരുമാന മാർഗം. ഇനിയിപ്പോൾ രണ്ടാമത് അത് എന്തെങ്കിലും പച്ചക്കറി കൃഷി ഉണ്ടാക്കിയെടുക്കണമെങ്കിൽ കൃഷി എടുത്തുകൊണ്ടിരിക്കുകയാണ്. ഇനിയിപ്പോൾ ഈ ഉണങ്ങിയ വാഴകളൊക്കെ എന്താ ചെയ്യുക? ഉണങ്ങിയ വാഴകളൊക്കെ വെട്ടി വാങ്ങി ഇടയിലിടുക. ഇടയിലിട്ടിട്ട് രണ്ടാമത് അതിലേക്ക് എന്തെങ്കിലും കൃഷി എടുത്തുകൊണ്ട് മുന്നോട്ട് കൊണ്ടുപോവുക. അതാണ്. വാഴേൻ്റെ കൃഷി ഇനി കൂടെ എല്ലാവരും വെക്കാൻ പോവുകയാണ്. കൃഷി ഒഴിവാക്കാൻ പോവുക. വാഴക്കൃഷി ഒഴിവാക്കാൻ പോവുകയാണ്. 2 കൊല്ലം ഇത് തന്നെയാണ് സ്ഥിതി. മിക്കവാറും കൊല്ലം ഞാൻ ഒഴിവാക്കും. മിക്കവാറും എന്താ, വളരെ ചുരുങ്ങിയൊരു 10-25 വാഴ വെച്ചിട്ട് മാത്രം നിർത്തി ബാക്കി എന്തെങ്കിലും കൃഷി ഉണ്ടാക്കിക്കൊണ്ട് മുന്നോട്ട് പോവുക. ആ വാഴക്കൊല കംപ്ലീറ്റ് ഉണങ്ങിപ്പോയിട്ടുണ്ട് അല്ലേ? കുല തന്നെ ഉണങ്ങിപ്പോയി. എന്റെ കൂടെ വർക്ക് ചെയ്യുന്ന ഒരാളുണ്ട്, ഉണ്ണിയാരി എന്ന് പറഞ്ഞ ഒരാളുണ്ട്. അതെ അരുൺകുമാർ, അത് ആ ദൃശ്യങ്ങൾ ഒന്നുകൂടെ വേണമെങ്കിൽ കാണിച്ചു തരും. ഒരു വാഴക്കൊല പൂർണ്ണമായി അതിന്റെ ആ തീവ്രത മനസ്സിലാണെങ്കിൽ ആ കൊലയിലേക്ക് മാത്രം നോക്കിയാൽ മതി. ഈ കനത്ത ചൂടിൽ 38 ഡിഗ്രി സെൽഷ്യസ് ആയിരുന്നു ഇന്നലെ കോഴിക്കോട് ജില്ലയിലെ താപനില എന്ന് പറയുന്നത്. അതിൽ ആ വാഴക്കൊലയ്ക്ക് പിടിച്ചു നിൽക്കാൻ പോലും കഴിഞ്ഞിട്ടില്ല. അതായത് വാഴത്തണ്ടിലുള്ള ജലാംശം പൂർണ്ണമായും വറ്റി ആ വാഴ വാടി ഒടിഞ്ഞ് വീഴുകയും അതിലുള്ള കൊല പൂർണ്ണമായും ഈ വെയിലത്ത് ഈ സൂര്യാഘാതത്തിൽ ആ പൊള്ളി കരിഞ്ഞുണങ്ങിപ്പോയതാണ് കാണുന്നത്. ചേട്ടാ, അങ്ങനെ കുറെ കൊലകൾ അങ്ങനെ ഉണങ്ങി കരിഞ്ഞു പോയിട്ടുണ്ടല്ലേ? പശുവിന് പോലും കൊടുക്കാൻ പറ്റാത്ത രീതിയിൽ പോലും കൊടുക്കാൻ പറ്റാത്ത. എൻ്റെ കൂടെ നിന്ന് കൊടുക്കുന്ന ഒരു ഉണ്ണിയാറുണ്ടായിരുന്നു. അയാൾക്ക് പള്ളിത്തായെന്ന് സംഭവിച്ചിടത്തോളം അവിടെ ഇങ്ങനെ കണ്ടമാനം ഒടിഞ്ഞു കിടക്കുകയാണ് വാഴ. അയാളെ സ്ഥിതിയും വളരെ മോശം. അയാൾ കൂടെ നിന്നുകൊടുക്കുന്ന ആളെ അയാൾ വേണ്ടി വരലും കൂടിയില്ല. ഇപ്പോൾ ഈ ഉദ്യോഗസ്ഥരാരും വന്ന് നോക്കിയിട്ടില്ല? ഉദ്യോഗസ്ഥരാരും നോക്കിയില്ല ഇതുവരെ. ഈ മനോരമയിലും അവിടെ ഇവിടെയൊക്കെ കണ്ടിട്ട് പോലും ഒന്ന് വന്ന് നോക്കണ്ടേ, ഒന്ന് നോക്കിയിട്ടും കൂടിയില്ല. ഇനിയിപ്പോൾ ഏതായാലും ഞങ്ങൾ വെട്ടിങ് കഴിഞ്ഞ് ഇടയിലിടാൻ പോവുകയാണ് കംപ്ലീറ്റ്.
അല്ല ഇനിയിപ്പോ പിന്നീട് വല്ല ധനസഹായം തരാം എന്ന് വെച്ച് ഉദ്ദേശിച്ച് വന്ന് നോക്കുമ്പോൾ ഈ വാഴ ഇവിടെ ഉണ്ടാവില്ലല്ലോ. വാഴ ഉണ്ടാവില്ല. വാഴ ഇപ്പം ഞങ്ങളിപ്പോൾ ഈ മാസം കൊണ്ട് കംപ്ലീറ്റ് വെട്ടിയ ഓക്കേ. സുനുജ, വ്യക്തമാണ്. ഏകദേശം 2.5 ലക്ഷം രൂപ ബാങ്കിൽ നിന്ന് ലോൺ എടുത്താണ് ഈ രമേശൻ എന്ന കർഷകൻ വാഴകൃഷി നടത്തിയത്. ആ വാഴ ഏകദേശം 1500ഓളം വാഴ ഈ ഉഷ്ണത്തിൽ വേനലിൽ കരിഞ്ഞു ഉണങ്ങി തണ്ടൊടിഞ്ഞ് വീണ് കിടക്കുന്ന ദയനീയമായ കാഴ്ചയാണ് നമ്മൾ ഈ കാണുന്നത്. ഇങ്ങനെ ധാരാളം കർഷകർക്ക് ഈ പ്രതിസന്ധി നേരിടുന്നുണ്ട്. പല സ്ഥലങ്ങളിലും വെള്ളമില്ല, പുഴയിൽ വെള്ളമില്ല, കുളത്തിൽ വെള്ളമില്ല. അതുകൊണ്ട് വെള്ളമടിച്ച് ഈ അത്യാവശ്യം പാടവും ഈ കൃഷിയിടങ്ങളും ഒക്കെ നനയ്ക്കണമെന്ന് വെച്ചാൽ പോലും അതിന് കഴിയാത്തൊരവസ്ഥയാണ് ഉള്ളത് എന്നാണ് കർഷകൻ പറയുന്നത്. സിനോജാണ് ഇപ്പോൾ ഈ രമേശൻ എന്ന കർഷകൻ്റെ ഈ ബുദ്ധിമുട്ട് പ്രേക്ഷകരിലേക്ക് എത്തിച്ചിരിക്കുന്നത്.